നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം, പുളിങ്ങോം FHSC എന്നിവയുടെ നേതൃത്വത്തിൽ കേരള ഗവൺമെന്റിന്റെ ആനുവൽ ഹെൽത്ത് സ്ക്രീനിംഗ് ശൈലി 2.0 ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജൂലൈ 23 ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് രാവിലെ 10:30 നടക്കുകയാണ്. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും. വീടുകൾ തോറും ജീവിതശൈലി രോഗസാധ്യത സർവേ, വാർഡ് തലത്തിൽ ജീവിതശൈലി രോഗ സ്ക്രീനിംഗ് ക്യാമ്പുകൾ, ക്യാൻസർ നിർണയത്തിന് പുളിങ്ങോം FHSCയിൽ പാപ്സ്മിയർ പരിശോധന, പ്രമേഹ രോഗ നിർണയത്തിന് ഡയറ്റീഷ്യൻ സേവനം മുതലായ സേവനങ്ങളാണ് ശൈലി 2.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ 18,000-ഓളം ആളുകൾക്കാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രാഥമിക ചെക്കപ്പ് തികച്ചും സൗജന്യമായി നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. കേരള സംസ്ഥാനം എല്ലാ രംഗങ്ങളിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണെങ്കിലും രോഗാതുരതയുടെ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലാണ്. ആരോഗ്യവകുപ്പിൻ്റെ പഠനം കാണിക്കുന്നത് 20% ആളുകൾക്ക് പ്രമേഹ രോഗബാധയുണ്ടെന്നും 25% ആളുകൾ രക്തസമ്മർദ്ദം മൂലം ബുദ്ധിമുട്ടുന്നവരാണെന്നുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ 24-25 സാമ്പത്തിക വർഷത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പൈലറ്റ് പ്രൊജക്റ്റ് നടത്താൻ വേണ്ടി സംഖ്യ മാറ്റി വെച്ചിരുന്നു. അത് നമ്മുടെ 3 വാർഡുകളിൽ 1, 8, 15 വാർഡുകളിൽ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ആ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് സംസ്ഥാനത്തുടനീളം ശൈലി എന്ന പേരിൽ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ നിശ്ചയിച്ചു. ഈ സർവേ നടത്തുന്ന അവസരത്തിൽ മുഴുവൻ ആളുകളും 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ഈ സർവേയോട് സഹകരിച്ച് നമുക്ക് എല്ലാവർക്കും രോഗമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടോ രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ല, രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും രോഗസാധ്യതയുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. ശൈലി പ്രൊജക്റ്റിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 17,000 ആളുകളുടെ പരിശോധന നടത്തേണ്ടി വരും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പരിശോധനയിലൂടെ നമുക്ക് നേരിട്ടറിയാൻ കഴിയുന്നത് പ്രമേഹവും പ്രഷറും മാത്രമാണ്. മറ്റു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യാവലി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലിയോട് കൃത്യമായി പ്രതികരിക്കുക എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, രോഗസാധ്യത കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകമാകും. എനിക്ക് പ്രിയപ്പെട്ട 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളോടും അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ സർവേയിൽ അവരോട് സഹകരിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടതുണ്ടോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് വിദഗ്ധരായ ഒരു സംഘം ആളുകൾ തയ്യാറാക്കിയ ഒരു ചോദ്യാവലിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനോട് സഹകരിക്കണം. ഒപ്പം വേറൊരു കാര്യമുള്ളത്, ഈ ആധാർ അധിഷ്ഠിതമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ചോദിക്കും. ആധാർ കാർഡ് തിരിച്ചു തരും. ആധാർ കാർഡ് ചോദിക്കും. ആധാർ നമ്പർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആധാർ കാർഡ് ചോദിക്കും. അത് കൊടുക്കുന്നതിന് യാതൊരു വൈമുഖ്യവും കാണിക്കേണ്ടതില്ല. ഇതിന് ശേഷം, ഈ സർവേക്ക് ശേഷം സ്ക്രീനിങ് അത്യാവശ്യമായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ അറിയിക്കുമ്പോൾ ആ സ്ക്രീനിങ്ങിൽ കൂടി പങ്കെടുക്കുന്നതിനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. നമ്മുടെ ലക്ഷ്യം രോഗം നേരത്തെ കണ്ടെത്തുകയും രോഗത്തെ പ്രതിരോധിക്കുകയുമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമായി ഇതിനെ നിങ്ങൾ കാണണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഡയറ്റീഷ്യൻ്റെ സേവനം കൂടി നടത്താൻ വേണ്ടി നൽകുന്നതിന് വേണ്ടി പ്രൊജക്റ്റിൽ വിഭാവന ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു നമ്മൾ 3 വാർഡുകളിൽ മാത്രമാണ് പൈലറ്റ് പ്രോജക്റ്റായി നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും നമ്മുടെ ഭാഗ്യമാണെന്നായിട്ടാണ് ഞാൻ കരുതുന്നത് ഗവൺമെൻറ് ഇങ്ങനെയൊരു ശൈലി എന്ന പേരിലൊരു പ്രോജക്റ്റ് മുഴുവൻ ആളുകളുടെയും പരിശോധിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചിലവ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും കൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ മാറ്റിവെച്ച സംഖ്യയും കൂടെ ആകുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ ഇത് ഭംഗിയായി നടത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ സംരംഭവുമായി എത്തിച്ചേരുന്ന ആരോഗ്യ പ്രവർത്തകരോട് പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്ന് മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.